നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ആക്ഷൻ സർവൈവൽ ത്രില്ലർ പടമാണ് അപ്പെക്സ്. ബൾട്ടസർ കോർമേഗർ ആണ് ഈ പടത്തിന്റെ സംവിധായകൻ. ജെറമി റോബിൻസ് ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. ഷാർലിസ് തെരൻ, ടാരൻ എജർട്ടൺ തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് സർവൈവൽ ത്രില്ലർ സിനിമയെ കുറിച്ച് ഈ പർവ്വതാരോഹണം അതുപോലെ കയാക്കിംഗ് ഒക്കെ പോലെയുള്ള സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന സാഷയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഓസ്ട്രേലിയക്ക് അടുത്തുള്ള ഒരു കാടിന് സമീപമുള്ള ഒരു സ്ഥലത്ത് അവർ എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് അപ്പെക്സ് എന്ന സിനിമയുടെ കഥ. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കൊള്ളാം. നല്ലൊരു ആക്ഷൻ സർവൈവൽ ത്രില്ലർ പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള, ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. ഫാസ്റ്റ് പേസ്ഡ് ആണ്. ഒട്ടും മുഷിപ്പിക്കാതെ ത്രൂ ഔട്ട് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപകടകരമായിട്ടുള്ള ചില അല്ലെങ്കിൽ അവിശ്വസനീയമായിട്ടുള്ള ചില രംഗങ്ങളൊക്കെ പടത്തിലുണ്ടെങ്കിലും അതൊക്കെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ റോ ആയിട്ടുള്ള, റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെയാണ് പടത്തിലുള്ളത്. ക്ലൈമാക്സിൽ കാല് ധരിക്കുന്ന പോലെ ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ പടത്തിലുണ്ട്. ഇതിപ്പോ തിയേറ്റർ റിലീസ് ഒക്കെ ചെയ്യായിരുന്നെങ്കിൽ അടിപൊളിയായത് കാണാൻ. സോ ടെക്നിക്കലി മികച്ചൊരു സിനിമയാണ്. അഭിനയിച്ചവരുടെ പെർഫോമൻസും കൊള്ളാം. ഈ അഭിനയിച്ചവർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല കേട്ടോ. 4-5 അതിൽ 3 എണ്ണേ ഉള്ളൂ മെയിൻ ആയിട്ട്. സാഷ എന്ന നായികയായിട്ട് വരുന്നത് നമ്മുടെ ഷാർലിസ് തെരൻ ആണ്. കിടുവാണ്. പുള്ളിക്കാരി വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറെ നല്ല കഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചില സീക്വൻസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫ്യൂരിയോസൊക്കെ ഇതൊക്കെ സിമ്പിൾ ആണ്, നമുക്കറിയാം. പലപ്പോഴും ഈ സൈക്കോകളുടെ ഒക്കെ മുമ്പിൽ പെട്ട് കഴിയുമ്പോഴേക്കും ആൾക്കാരെ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതായത് ചിരിക്കണോ, അവരെ എതിർത്ത് സംസാരിക്കണോ, പ്രകോപിപ്പിക്കാത്ത രീതിയിൽ അഭിനയിക്കണോ എന്നൊക്കെ തോന്നും. കാരണം അവർ ചോദിക്കുന്നതിന് എന്ത് ഉത്തരം കൊടുത്താൽ അവർ ഏത് രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ ആ ഒരു അവസ്ഥയൊക്കെ പുള്ളിക്കാരി കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലെ ബെൻ എന്ന ക്യാരക്ടറായിട്ട് വരുന്നത് ടാരൻ എജർട്ടൺ ആണ്. ഗംഭീര പെർഫോമൻസ് ആണ്, ഒന്നും പറയാനില്ല. നല്ല രസമായിട്ട് തന്നെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ പടത്തിന്റെ ഷോ സ്റ്റീലർ തന്നെ പുള്ളിയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. പടത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിൽ വരുന്നത് എറിക് ബാനയാണ്. ക്യാമറ എഡിറ്റിംഗ്, പ്രത്യേകിച്ച് ഇതിന്റെ ലൊക്കേഷൻ നൈസ് ആണ്. ആ കാടും മലയും അരുവിയും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് പടം കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള ഒരു സിനിമ കൂടിയാണ്. മ്യൂസിക് ആൻഡ് സ്കോർ ഒക്കെ നൈസ് ആണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റ്സിൽ പാട്ട് വീണ്ടും കേൾപ്പിക്കുന്നുണ്ട്. ഭയങ്കര എഫക്റ്റ് ആണ്. നല്ല സൗണ്ട് സിസ്റ്റത്തിലൊക്കെ ഒന്ന് കേട്ടു നോക്കുക. പടത്തിന്റെ വിഷ്വൽ ഇഫക്ട്സും കൊള്ളാമായിരുന്നു. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ബേസിക് പ്ലോട്ട് നോക്കുമ്പോൾ അങ്ങനെ പുതുമയുള്ള കഥയൊന്നുമല്ല. നമ്മൾ മുമ്പ് പല സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. അപ്പം ഞാൻ ട്രെയിലർ ഒന്നും കാണാതെയാണ് ഈ പടം കണ്ടത്. എന്നിട്ട് പോലും എനിക്ക് ഇതിലെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കൃത്യമായിട്ട് ഗസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ട്രീറ്റ്മെന്റ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും മൊത്തത്തിൽ ഇതിന്റെ കഥ ആവർത്തനവും അതുപോലെ പ്രഡിക്റ്റബിളും ആണ് എന്ന് തന്നെ പറയാം. ലൊക്കേഷനും കഥാപാത്രങ്ങളും ഒക്കെ മാറുന്നു എന്ന് മാത്രം. പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡെപ്ത് ഒന്നും ക്യാരക്ടേഴ്സിനും കഥയ്ക്കും ഇല്ല എന്നുള്ളതും സത്യമാണ്. സോ മൊത്തത്തിൽ നല്ലൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ആക്ഷൻ സർവൈവൽ ത്രില്ലർ പടമാണ്. നല്ലൊരു ടൈം പാസ് സിനിമയായിരിക്കും. ഫാസ്റ്റ് പേസ്ഡ് ഇന്റൻസ് സർവൈവൽ ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും പടം മറക്കാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പടം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ കാണാം. 1 മണിക്കൂർ 35 മിനിറ്റ് മാത്രമേ സിനിമയ്ക്ക് റൺ ടൈം ഉള്ളൂ. ഇംഗ്ലീഷിനൊപ്പം തമിഴ്, ഹിന്ദി ഡബിംഗ് ഒക്കെ അവൈലബിൾ ആണ്. ന്യൂഡിറ്റി ഉള്ളത് കൊണ്ട് പടം 18+ ആണ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.